ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു ട്ടോ ഞാൻ ഈ വർക്ക് ഏറ്റെടുത്തതും ചെയ്തതും ഒക്കെ. ഇതെനിക്ക് കൊറിയർ ചെയ്യേണ്ട ഒരു ബ്രൗണി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബേക്ക് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെയാണ് ട്ടോ ഞാൻ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നത്. ഫില്ലിങ്സും ടോപ്പിങ്സും ഒക്കെ ഞാൻ അതിന്റെ മുകളിൽ അതിന്റെ മുന്നേ തന്നെ കൊടുത്തു. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ ഇതിന്റെ മുകളിൽ ടോപ്പിങ്സ് കൊടുത്തയക്കുകയാണെന്നുണ്ടെങ്കില് അത് അവിടെ എത്തുമ്പോൾ കസ്റ്റമർ കയ്യിൽ എത്തുന്ന സമയത്ത് തന്നെ അത് വല്ലാതെ മെസ്സി, അതായത് ഒരു നീറ്റില്ലാത്ത രീതിയിലായിപ്പോവും. കൊറിയർ ചെയ്തിട്ട് അങ്ങനെ പോകുന്നതല്ലേ. നമ്മൾ ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കില് നമുക്ക് അത് നല്ല നീറ്റായിട്ട് കസ്റ്റമർക്ക് എത്തിക്കാൻ കഴിയും ട്ടോ. അങ്ങനെ ഞാനത് അത്രയും നീറ്റായിട്ടന്നെ നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്താട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് അവള് ഒരാൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചതാണേ. അപ്പൊ അതൊക്കെ മനസ്സിൽ കൺകൂട്ടി അതവിടെ എത്തുന്നതും അവര് കഴിക്കുന്നതൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനിത് ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പിറ്റേന്ന് വേഗം എന്തെയ്തു ഡിഡിഡിസിയിൽ കൊണ്ടോയി കൊടുത്തു. അവര് അന്നന്നെ അത് കൊടുത്തയക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഒക്കെ. അങ്ങനെ ഇത് കിട്ടേണ്ട തലേ ദിവസം ഞാനൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പളാണ് ഞാൻ അറിയുന്നത് ഞാൻ പെട്ടു. കാരണം ഇത് ഇവിടുന്ന് എടുത്ത് പോയിട്ടെന്നെ ഇല്ല. അതായത് എത്തേണ്ട സ്ഥലത്ത് ഇത് എത്തിയിട്ടേ ഇല്ല. ഞാൻ അപ്പൊ തന്നെ ഡിഡിഡീസിലേക്ക് വിളിക്കുകയും പോവുകയും ഒക്കെ ചെയ്തു. അത്രയും ഒരു സർപ്രൈസ് ആയിട്ട് കിട്ടേണ്ട സംഗതി സർപ്രൈസും പൊളിഞ്ഞു. ഒക്കെ കൊളായി. അങ്ങനെ എന്തെന്നാലും വേണ്ടില്ല ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസാണ് ഇത് അവരെ കയ്യിലെത്തണത്. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു.